നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള സജീവ അംഗങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വർഷമാണ് 2025. കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് പാർലമെന്ററി സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം വന്നു ചേർന്നിരിക്കുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ നിലവിൽ അവർക്ക് നൽകുന്ന വേതനം ഓരോ സംസ്ഥാനത്തിലും വേതനം വ്യത്യസ്തമാണ്. നിലവിൽ അവർക്ക് ലഭിക്കുന്ന വേതനം അവരുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. വിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു. അതോടൊപ്പം തന്നെ ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന 400 രൂപയിൽ താഴെയുള്ള ഈ വേതനം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പര്യാപ്തമല്ല എന്ന് പാർലമെന്ററി സമിതി വിലയിരുത്തി. അതുമാത്രമല്ല, പദ്ധതിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പദ്ധതിയിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയും പദ്ധതിയിൽ നിന്ന് ആളുകൾ പുറത്തു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയും നിലവിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു രീതിയിലേക്ക് ഈ പദ്ധതി മാറ്റണമെന്ന പ്രധാന നിർദ്ദേശം വന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം 400 രൂപയിലേക്ക് എത്തിക്കുന്നതിനും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ 100 പ്രവൃത്തി ദിനങ്ങൾ വരെയാണ് പരമാവധിയൊക്കെ ലഭിക്കുന്നത്. ഇത് 150ലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാന നിർദ്ദേശമാണ് പാർലമെന്ററി സമിതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുൻപാകെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 346 എന്ന് പറയുന്ന നിരക്കിലാണ് ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ ഇതിലൊരു 20 രൂപയുടെ വർധനവായിരിക്കും ഉണ്ടാവുക. മറ്റ് ഉയർന്ന വേതനം ലഭിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ 400 രൂപയോളം അടുത്ത വേതനമായിരിക്കും ലഭിക്കുക. പരമാവധി 400 രൂപ വരെയെങ്കിലും ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ തുക വിതരണമാണ് ഇവിടെ നടക്കുന്നത്. 100% കേന്ദ്ര ഫണ്ടാണ് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നത്. എങ്കിലും തൊഴിലുറപ്പ് പദ്ധതികളിലെ തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന ചില പദ്ധതികളുണ്ട്. 100 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് 1000 രൂപ ഓണക്കാലത്ത് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം സർക്കാർ പൂർത്തിയാക്കിയിരുന്നു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു സ്ഥിര പെൻഷൻ നൽകുന്ന രീതിയിലേക്കാണ് പദ്ധതിയിൽ രൂപരേഖ വരുന്നത്. നിലവിൽ മറ്റ് ക്ഷേമനിധി ബോർഡിൽ അംഗത്വമൊന്നും ഇല്ലാത്തവർക്ക് ഇതിൽ അംഗത്വം എടുത്ത് അംശാദായം അടയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ സാധിക്കുന്നതായിരിക്കും. ചുരുങ്ങിയത് 20 തൊഴിൽ ദിനങ്ങളിലെങ്കിലും വർക്ക് എടുത്തിട്ടുള്ളവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ആനുകൂല്യത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ തന്നെ വരും. 2025 തന്നെ ഈ ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം ആരംഭിക്കുകയും അംശാദായം സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്യും. 50 രൂപയൊക്കെ ആയിരിക്കും അംശാദായമായിട്ട് അടയ്ക്കേണ്ടി വരിക. 60 വയസ്സ് കഴിഞ്ഞാൽ മാസം തോറും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ നിശ്ചിത മാസങ്ങൾ അല്ലെങ്കിൽ നിശ്ചിത വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെൻഷൻ ലഭിക്കുന്ന രീതി. അതോടൊപ്പം തന്നെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായങ്ങൾ, അതോടൊപ്പം തന്നെ പെൺമക്കളുടെ വിവാഹ ധനസഹായ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ അപകട ഇൻഷുറൻസ്, ഈ പറയുന്ന കുറച്ച് മേന്മകൾ കൂടി ഈ ഒരു ക്ഷേമനിധി ബോർഡ് വഴി ആവിഷ്കരിക്കുമെന്നാണ് സംസ്ഥാനത്ത് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് 23 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഈ തൊഴിൽ കാർഡ് എടുത്തതൊക്കെ ആയിട്ടാണ് നിലവിലുള്ള വിവരം. അതുമാത്രമല്ല, നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കിണർ റീചാർജിങ്ങിന് വേണ്ടി, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾക്ക് വേണ്ടി, സോക്ക് പിറ്റ് നിർമ്മാണത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ പശുത്തൊഴുത്ത് നിർമ്മാണങ്ങൾക്കൊക്കെ വേണ്ടി വിവിധ ധനസഹായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഈ സ്കീമിലുണ്ട് എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതുവരെ തൊഴിൽ കാർഡ് എടുത്തിട്ടില്ലാത്ത, കാർഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിൽ കാർഡ് എടുത്ത് നിശ്ചിത പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒരുക്കി തരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.